കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ഹൈക്കോടതി. ആദ്യ അനുമതി ഉത്തരവിനെതിരെ ഹൈക്കോടതിയുടെ കടുത്ത വിമർശനം. മുൻ സർക്കാരിനേക്കാൾ മോശം നിലപാടെന്ന് കോടതിയുടെ വിമർശനം. വ്യവസായ വകുപ്പ് സെക്രട്ടറിക്കെതിരെ കോടതിയലക്ഷ്യ നടപടി തുടങ്ങി ഹൈക്കോടതി. കോടതിയെ നാണം കെടുത്തുക എന്ന ഉദ്ദേശം നടപ്പാക്കിയെന്ന കോടതിയുടെ വിമർശനം. ഷബ്ന ചേരുന്നു വിവരങ്ങളുമായി. ഷബ്ന, വിശദാംശങ്ങൾ. ഷാമിനി, പ്രോസിക്യൂഷൻ അനുമതി സംബന്ധിച്ച വിവാദ ഉത്തരവ് കോടതിയിൽ ഹാജരാക്കാതെ പുതിയ ഉത്തരവ് AG ഇന്നലെ ഹാജരാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച് ഈ പുതിയ ഉത്തരവ് പരിശോധിച്ചാണ് കോടതി ഇത്തരത്തിലുള്ള കടുത്ത ഭാഷയിൽ രൂക്ഷമായി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത്. മോശം സർക്കാർ, അതായത് കഴിഞ്ഞ സർക്കാരിനേക്കാൾ മോശമാണ് ഇപ്പോഴുള്ള നിലപാട് എന്ന് കോടതി വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ വ്യവസായ സെക്രട്ടറി K. ബിജു IAS-നെതിരെയാണ് കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. കാരണം ഈ ഉത്തരവിറക്കിയത് അദ്ദേഹമാണ്. ഈ കേസിലെ പ്രതിയായ ചന്ദ്രശേഖർ വാർത്താ സമ്മേളനം നടത്തി പഴയ ഉത്തരവ്, അതായത് ആദ്യം ഇറക്കിയ ഉത്തരവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഈ ഉത്തരവ് പ്രദർശിപ്പിച്ചതിലെ അസംതൃപ്തിയാണ് കോടതി പ്രകടിപ്പിച്ചത്. പ്രതി ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥരിലൂടെ വ്യവസായ വകുപ്പിന്റെ ഭരണം പിടിച്ചെടുക്കുകയാണ് എന്ന ഒരു രീതിയിലുള്ള വിമർശനമാണ് ഉണ്ടായത്. വിവാദ ഉത്തരവ് ഇറക്കിയത് കോടതിയലക്ഷ്യ നടപടിയാണ് എന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ കശുവണ്ടി അഴിമതി കേസിലെ പ്രോസിക്യൂഷൻ അനുമതി സംബന്ധിച്ച് ആദ്യ അനുമതി ഉത്തരവിൽ ഹൈക്കോടതി കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഉത്തരവ് നീതിന്യായ വ്യവസ്ഥയോടുള്ള കടന്നാക്രമണമാണ്. ഉത്തരവ് അപകടകരവും അനാവശ്യവുമാണ് എന്ന് ഹൈക്കോടതി പറയുന്നു. ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥരാണ് കുറ്റക്കാർ. അവനവൻ കുരുക്കഴിക്കുന്ന കുഴിയിൽ പതിക്കുമ്പോൾ ഗുലുമാൽ എന്ന രീതിയിലുള്ള പരാമർശവും ഈ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അത്തരം ഉത്തരവാണ് ഇറക്കിയത് എന്നാണ് ഹൈക്കോടതി പറയുന്നത്. പ്രതികൾക്ക് അനുകൂലമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. പ്രതികളെ സഹായിക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. സർക്കാരിനെ വിമർശിക്കാനല്ല. ഉദ്യോഗസ്ഥരാണ് ഇതിന് ഉത്തരവാദി. ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥർ തൽസ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ല എന്നാണ് കോടതി പറയുന്നത്. അതോടൊപ്പം തന്നെ ചന്ദ്രശേഖർ വാർത്താ സമ്മേളനം നടത്തി നീതിന്യായ വ്യവസ്ഥയെ ആക്രമിച്ചു, അല്ലെങ്കിൽ ആ രീതിയിൽ പരിഹസിച്ചു എന്നും ഹൈക്കോടതി പറഞ്ഞു വെക്കുന്നു. എന്ത് അസംബന്ധമാണ് നടക്കുന്നത് എന്നാണ് കോടതി ഇന്നിപ്പോൾ ചോദിച്ചത്. മറ്റൊന്ന്, കോടതിയുടെ കടുത്ത വിമർശനം ഉണ്ടായിട്ടുള്ളത് പ്രോസിക്യൂഷൻ അനുമതി നൽകണം എന്ന് ഹൈക്കോടതി നിർബന്ധിച്ചിരുന്നില്ല. അത്തരത്തിൽ നിർബന്ധിച്ചു എന്നാണ് സർക്കാർ ആദ്യത്തെ ഉത്തരവിൽ പറഞ്ഞിരുന്നത്. ആ രീതിയിലുള്ള നിർബന്ധം ഉണ്ടായിരുന്നില്ല. സർക്കാരിന് വേണമെങ്കിൽ അപ്പീൽ പോകാം. അതിൽ ഹൈക്കോടതിക്ക് എതിർ വാക്കില്ല. അപ്പീൽ പോകുന്നത് സർക്കാരിൻ്റെ അവകാശമാണ്. പക്ഷേ ഹൈക്കോടതി നിർബന്ധിച്ചിട്ടാണ് ഇത്തരത്തിൽ ഉത്തരവിറക്കിയത് എന്ന് ആദ്യ ഉത്തരവിൽ ഉൾപ്പെടുത്തി. അതോടൊപ്പം തന്നെ പ്രതികൾക്ക് വേണമെങ്കിൽ അപ്പീൽ പോകാം എന്ന പരാമർശവും ആദ്യ ഉത്തരവിലുണ്ടായിരുന്നു. അത്തരത്തിലുള്ള പരാമർശങ്ങളെല്ലാം ഒഴിവാക്കിയാണ് പുതിയ ഉത്തരവ് ഇറക്കിയത്. അത് പുതിയ ഉത്തരവാണ് AG കോടതിയിൽ ഹാജരാക്കിയത്. പഴയ ഉത്തരവ് ഹാജരാക്കിയില്ല. AGയുടെ ആ നടപടി ശരിയാണ്. അത് തന്നെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്ന് കോടതി പറയുന്നു. അതോടൊപ്പം തന്നെ എല്ലാ അനാവശ്യവും പറഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഉത്തരവ് എന്നാണ് കോടതി ഇപ്പോൾ പറയുന്നത്. ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിയും കോടതിയലക്ഷ്യ നടപടിയും സ്വീകരിക്കണം എന്ന് ഹൈക്കോടതി പറഞ്ഞു വെക്കുന്നു. ഏകാധിപത്യ ഭരണമല്ല നടക്കുന്നത്. മുൻ സർക്കാരിനേക്കാൾ മോശം നിലപാടാണ് ഇത് എന്നും കോടതി പറയുന്നുണ്ട്. പ്രോസിക്യൂഷൻ അനുമതി നൽകില്ല എന്ന നിലപാടിൽ മുൻ സർക്കാർ ഉറച്ചു നിന്നു. പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവ് പ്രതിക്ക് നൽകിയത് എന്തിന് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഹൈക്കോടതി ചോദിക്കുന്നത്. ആദ്യ സർക്കാർ 3 തവണ കോടതി നിർദ്ദേശം നൽകിയിരുന്നിട്ടും പ്രോസിക്യൂഷൻ അനുമതി നൽകിയിരുന്നില്ല. അത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. പിന്നീടാണ് വ്യവസായ സെക്രട്ടറിക്കെതിരെ കോടതിയലക്ഷ്യ നടപടിയുമായി ഹൈക്കോടതി മുന്നോട്ട് പോയത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ള സർക്കാർ പുതിയ ഉത്തരവിറക്കുന്നത്. ഈ പുതിയ ഉത്തരവിലും വലിയ വിവാദങ്ങളുമായി മുന്നോട്ട് പോവുകയും അതോടൊപ്പം തന്നെ ഈ പ്രതി വാർത്താ സമ്മേളനം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീടാണ് ഇന്നിപ്പോൾ ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ചിൽ ഈ കേസ് വീണ്ടും എത്തുമ്പോൾ കടുത്ത വിമർശനം, അതായത് ഇത്തരത്തിൽ ഉത്തരവിറക്കിയതിന് കടുത്ത വിമർശനം ഉന്നയിക്കുകയും ഈ വ്യവസായ സെക്രട്ടറിക്കെതിരെ കോടതിയലക്ഷ്യ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് കോടതി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഷബ്ന, അതായത് ഈ നിലവിൽ കോടതിയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്, അതായത് ഇത്തരം കടുത്ത വിമർശനങ്ങളിലേക്ക് കടന്നിരിക്കുന്നത് ഈ കോടതി സമ്മർദ്ദം മൂലമാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകേണ്ടി വന്നതെന്ന രീതിയിൽ ഉത്തരവിറക്കിയതാണോ? അതാണല്ലോ നിലവിൽ K. ബിജുവിനെതിരെ ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ഈ സർക്കാരിനെതിരെ ഒരു കടന്നാക്രമണം നടത്താൻ ഇതുപോലെയുള്ള കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കാൻ കോടതിയെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. അതാണോ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം? ഷാമിലെ, അത് തന്നെയാണ് കാരണം. ആദ്യ സർക്കാർ 3 തവണ കോടതി ഇത്തരത്തിൽ ഉത്തരവിറക്കിയിട്ടും പ്രോസിക്യൂഷൻ അനുമതി സംബന്ധിച്ചുള്ള യാതൊരു നിലപാടും സ്വീകരിച്ചിരുന്നില്ല. ഒരു ഘട്ടത്തിൽ കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു, ഈ കോൺഗ്രസ് നേതാക്കന്മാരായ പ്രത്യേകിച്ച് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകളാണ് ഇതിലെ പ്രതികൾ, എന്തിനാണ് LDF സർക്കാർ ഇവരെ സംരക്ഷിക്കുന്നത് എന്ന ചോദ്യം വരെ കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു ഘട്ടത്തിൽ ഉണ്ടായി. അങ്ങനെ 3 തവണ ഇവർക്ക് CBIക്ക് പ്രോസിക്യൂഷൻ അനുമതി നൽകണം എന്ന് കോടതി ഉത്തരവിറക്കിയിരുന്നു. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ 2006 മുതൽ
രീതിയിലുള്ള കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള അഴിമതി ഉണ്ടാകുന്നത്. 500 കോടിയുടെ അഴിമതി എന്നതാണ് ആരോപണം. കടകംപള്ളി മനോജാണ് ഇത്തരം ഒരു പരാതിയുമായി കോടതിയെ സമീപിക്കുന്നത്. അതിനുശേഷം ഇത് CBI അന്വേഷിക്കുന്നു. CBI അന്വേഷിച്ച് 2010 ഇതിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു. ഈ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷവും ഇതിൻ്റെ വിചാരണ നടപടികൾ തുടങ്ങാൻ സാധിക്കുന്നില്ല. കാരണം സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരത്തിൽ വിചാരണ നടപടി വേണമെങ്കിൽ അത് സർക്കാരിൻ്റെ അനുമതി വേണം. അത്തരത്തിൽ അനുമതിക്കാണ് ഈ CBI പലതവണ സർക്കാരിൽ അപേക്ഷ നൽകുന്നത്. അങ്ങനെ അപേക്ഷ നൽകുമ്പോഴൊക്കെ സർക്കാർ ആ അപേക്ഷ നിരസിക്കുന്നു. അല്ലെങ്കിൽ അത്തരം ഒരു അഴിമതി നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയല്ല എന്ന നിലപാടാണ് മുൻ സർക്കാർ സ്വീകരിച്ചിരുന്നത്. അതെന്തിന് എന്ന ചോദ്യമായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം CBI അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച ഒരു കേസിലെ പ്രതികളായ ചന്ദ്രശേഖർ, അതോടൊപ്പം തന്നെ MD രതീഷ്, ഇവരെന്തിനാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്ന ചോദ്യം കോടതി ചോദിക്കുകയും 3 തവണ ഇവരോട് പ്രോസിക്യൂഷൻ അനുമതിക്ക് ഉത്തരവിറക്കുകയും ചെയ്തു. എന്നാൽ ഈ 3 തവണയും സർക്കാർ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് ഈ കേസ് ദീർഘകാലമായി ഹൈക്കോടതിയുടെ മുമ്പിൽ ഈ കേസുള്ളതാണ്. അത്തരത്തിൽ പോകുന്ന സമയത്താണ് പിന്നീട് ഈ വ്യവസായ സെക്രട്ടറി ഹനീഷിനെ നേരിട്ട് വിളിച്ചു വരുത്തി കോടതി കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും അതോടൊപ്പം തന്നെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കും എന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്ത് തുടർന്നാണ് ഇപ്പോഴുള്ള സർക്കാർ ഈ ഉത്തരവിറക്കുന്നത്. ഈ ഉത്തരവിറക്കുമ്പോഴും അതിൽ വലിയ വിവാദം. കാരണം ഈ ഉത്തരവ് ഹൈക്കോടതി നിർബന്ധിച്ചതുകൊണ്ടാണ്, ഹൈക്കോടതിയുടെ നിർബന്ധപ്രകാരമാണ് ഈ ഉത്തരവ് എന്ന രീതിയിലുള്ള ആ പരാമർശം ആ ഉത്തരവിൽ തന്നെ എഴുതി ചേർത്തു. അത് വലിയ വിവാദത്തിലേക്ക് പോയി. അതിനെ തുടർന്നാണ് പിന്നീട് ആ ഉത്തരവ് മാറ്റി രണ്ടാമതുള്ള ഉത്തരവ്, പുതിയ ഉത്തരവ് ഇന്നലെ ഹാജരാക്കുന്നത്. ഈ ഉത്തരവാണ് ഇപ്പോൾ കോടതി പരിശോധിച്ച് വലിയ വിമർശനത്തിലേക്ക്, അതായത് മുൻ സർക്കാരിനേക്കാൾ മോശമാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നിലപാട് എന്ന രീതിയിലുള്ള വിമർശനത്തിലേക്കൊക്കെ കോടതി പോകുന്നത്.